പത്തനംതിട്ടയിൽ കഴിഞ്ഞ 8-ാം തീയതി ജില്ലാ ബാങ്ക് പൊതുയോഗത്തിൽ തുടങ്ങിയ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തമ്മിലടിയും കയ്യാങ്കളിയും തെരുവ് യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എ വിഭാഗം നേതാവും DCC പ്രസിഡന്റുമായ പി മോഹൻരാജിനെ അനുകൂലിക്കുന്നവരും ഐ വിഭാഗം നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ എ ഷംസുദ്ദീനെ അനുകൂലിക്കുന്നവരും തമ്മിലാണ് രൂക്ഷമായ ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്നത്. ജില്ലാ ബാങ്ക് പൊതുയോഗത്തിൽ ഇരുവിഭാഗവും ഏറ്റുമുട്ടിയ ശേഷം ഐ ഗ്രൂപ്പ് നേതാവായ എ ഷംസുദ്ദീന്റെ കാർ എ ഗ്രൂപ്പുകാർ ആക്രമിച്ച് തകർത്തിരുന്നു. ഇതിനു പ്രതികാരമായി DCC പ്രസിഡന്റ് പി മോഹൻരാജിന്റെ വീടിന് നേരെ രാത്രിയിൽ അക്രമമുണ്ടായി. അക്രമത്തിൽ വീടിന്റെ ജനൽ ഗ്ലാസുകളും മറ്റും തല്ലി തകർക്കുകയും മണിക്കൂറുകളോളം പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. DCC പ്രസിഡന്റിന്റെ വീടിന് നേരെ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രകടനവും പോസ്റ്റർ യുദ്ധവും ആരംഭിച്ചിട്ടുള്ളത്. അക്രമം ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഐ ഗ്രൂപ്പുകാർക്കെതിരെ മാത്രം കേസെടുത്തതായും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗ്രൂപ്പ് വളർത്താൻ പോലീസിനെ ഉപയോഗിക്കുന്നതായും ഐ ഗ്രൂപ്പുകാർ ആരോപിക്കുന്നു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും കയ്യാങ്കളിയും അതിരുവിട്ടതോടെ DCC ഓഫീസും പരിസരവും നിരന്തര സംഘർഷങ്ങൾക്ക് വേദിയായിരിക്കുകയാണ്. മാത്രമല്ല, രാത്രികാലങ്ങളിൽ നടക്കുന്ന സംഘർഷവും പോർവിളിയും പ്രദേശവാസികളുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിയിട്ടുണ്ട്. തങ്കച്ചൻ പീറ്റർ, പത്തനംതിട്ട, ഇന്ത്യ വിഷൻ.